എന്താണ് ഈ IBS? ശിവാംഗി സിംഗറാണ്. ശിവാംഗിക്ക് ഉണ്ടായ ഈ ഡയറിയും വൊമിറ്റിംഗ് ആണോ IBS? ശിവാംഗിക്ക് ഉണ്ടായ ഈ അസുഖം IBS ആണെന്ന് ഒരു സിംറ്റം വെച്ചിട്ട് ഈ വോമിറ്റിംഗ് അല്ലെങ്കിൽ ഡയറിയ വെച്ചിട്ട് മാത്രം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. പറയുന്ന പോലെ നിസ്സാരമല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ്. ഫുഡ് കഴിച്ചാൽ എനിക്ക് അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരുമോ, നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. ഇപ്പോഴും മനസ്സിൽ ചിന്ത എന്താവും വയറ്, അയ്യോ ഇതിന്റെ ഇടയിൽ എനിക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും. ഈ IBS എങ്ങനെയാണ് നമ്മളെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നത്? ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും. ആ ആക്സിസിന് കോട്ടം തട്ടുന്നത് കൊണ്ടാണ് IBS വരുന്നത് പോലും. അതുകൊണ്ട് അവരുടെ ഹാപ്പിനെസ് കുറവായിരിക്കും, അവർക്ക് ടെൻഷൻ പെട്ടെന്ന് വരും, സ്ട്രെസ് പെട്ടെന്ന് വരും. അപ്പൊ ഇതൊരു സൈക്കിൾ പോലെയാണ്. ഇവര് ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ വയറിന് ബുദ്ധിമുട്ട്, ഗ്യാസ് കയറി വീർക്കുക, കീഴ്വായു കൂടുതലായിട്ട് പോവുക. ഈ ഗട്ടും ബ്രെയിനും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് ഈ ഇടെയാണ് നമ്മളിൽ പലരും മനസ്സിലാക്കി തുടങ്ങിയത്. എല്ലാവരും ഇതിനു മുന്നേയും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതെന്താണ് ഡയഗ്നോസിസ് എന്ന് പലർക്കും അറിയണ്ടായിരുന്നില്ല. IBS വരുന്നത് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ഇതുപോലത്തെ പാകപ്പിഴകൾ കൊണ്ടാണ്. ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നമ്മൾ വളരെ കുറവാണ്. കളിക്കാൻ പോവുക അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. 7 to 8 hours ഓഫ് ക്വാളിറ്റി സ്ലീപ്പ് മസ്റ്റ് ആണ് ഒരാൾക്ക്. മദ്യം കഴിക്കുന്ന ആളുകളിൽ IBS കൂടുതലാണ്. ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് IBS സിംറ്റംസ് ഒക്കെ ഒന്ന് കുറയുണ്ടെന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോട്ടിംഗ്, വയറ് വന്ന് വീർക്കുക. ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്കൊന്നും അവർ മാറില്ല. ചെറിയ ബ്ലോട്ടിംഗ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവർ അത് അവോയ്ഡ് ചെയ്യും. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. നമുക്കുണ്ടാവുന്ന ചില അസുഖങ്ങൾ ചുറ്റിലുള്ളവർക്ക് വെറും നിസ്സാരമായിട്ട് തോന്നും. നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയി കഴിഞ്ഞാൽ ഇവൻ എവിടെയും കൂട്ടിയിട്ട് പോകാൻ പറ്റില്ല, കാരണം ഇവൻ എപ്പോഴും ടോയ്ലറ്റിൽ പോകണം. എവിടെയും പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഫുഡ് അലർജിയാണ്, പൊടി അലർജിയാണ്. അപ്പോൾ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിനെ കുറിച്ചും സൈനസൈറ്റിസിനെ കുറിച്ചും തലവേദനയെക്കുറിച്ചും അലർജിയെക്കുറിച്ചും കൂടുതലായി സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ട്രീറ്റ് വെൽ ഹോമിയോ മെഡിക്കൽ സെൻറ്ററിൻ്റെ CEO ആയിട്ടുള്ള ഡോക്ടർ അരവിന്ദ് കെ രാജാണ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഒരു തമിഴ് പോഡ്കാസ്റ്റിൽ ഞാൻ കണ്ടതാണ് ശിവാംഗി. നമ്മൾ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിവാംഗിനെ, സിംഗറാണ്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരിക്ക് എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അപ്പം തന്നെ വൊമിറ്റ് ചെയ്യണം, ഛർദ്ദിക്കണം, അതോടൊപ്പം തന്നെ ലൂസ് മോഷനാണ്, ഡയറിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് കണ്ടു. ഇനി ഇതാണോ IBS? ഈ IBS എന്നുള്ള ടേം പോലും നമ്മൾ ഇപ്പോഴാണ് കേട്ട് തുടങ്ങിയത്. അപ്പോൾ ശിവാംഗിക്ക് ഉണ്ടായ ഈ ഡയറിയും വൊമിറ്റിംഗ് ആണോ IBS? ഓക്കെ, ശിവാംഗിക്ക് ഉണ്ടായ ഈ അസുഖം IBS ആണെന്ന് ഒരു സിംറ്റം വെച്ചിട്ട് ഈ വോമിറ്റിംഗ് അല്ലെങ്കിൽ ഡയറിയ വെച്ചിട്ട് മാത്രം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. കാരണം IBSന് വേറെ പല സിംറ്റംസും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, വയറിളകി പോവുക, ഗ്യാസ് വന്നിട്ട് വയറ് വീർത്ത് കെട്ടുക, തികട്ടി വരിക, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്, അങ്ങനെ പല സിംറ്റംസും IBSനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് IBS ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം IBS പോലെ തന്നെ സിംറ്റംസ് വരുന്ന വേറെ പല അസുഖങ്ങളും ഉണ്ട്. ഗ്യാസ്ട്രിക് അൾസർ, സിബോ, അതുപോലെ IBD, അൾസറേറ്റീവ് കോളൈറ്റിസ് പോലത്തെ വേറെ പല അസുഖങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സിംറ്റം വെച്ചിട്ട് മാത്രം നമുക്ക് ഇത് IBS ആണ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തേണ്ട രോഗവുമല്ല IBS. നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊന്നും അല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേറെ അസുഖങ്ങളൊന്നുമല്ല എന്ന് ഉറപ്പിച്ചാലാണ് നമുക്കിത് IBS ആണെന്ന് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ MBA MBBS എന്നൊക്കെ പറയുന്ന പോലെ കേൾക്കാൻ നല്ല രസമുണ്ട് IBS, പക്ഷെ അനുഭവിക്കുന്നവർക്ക് അത്ര സുഖമല്ല. എപ്പം നോക്കി കഴിഞ്ഞാലും ടോയ്ലറ്റിൽ പോവുക. നമ്മൾ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സ് ടൂർ പോവാണ്. അപ്പോൾ ചില ആൾക്കാർ ആദ്യം ആ കൂട്ടത്തിൽ ശ്രദ്ധിക്കുന്നത് ആ പരിസരത്ത് ടോയ്ലറ്റ് ഉണ്ടോയെന്നാണ്. എല്ലാവർക്കും ടെൻഷനാണ്, കാരണം ഫുഡ് കഴിക്കാൻ പറ്റുമോ, അല്ല അവർ ആ സമയത്ത് ഫുഡ് പോലും സ്കിപ്പ് ചെയ്യും, അവർ ഭക്ഷണം കഴിക്കത്തില്ല, കാരണം ഇത് ടോയ്ലറ്റിൽ പോകുമോ എന്നുള്ളൊരു ആങ്സൈറ്റിയും കൂടി അവർക്കുണ്ട്. അപ്പോൾ പറയുന്ന അത്ര സുഖമല്ല IBS എന്ന് പറയുന്നത്. നമ്മളിപ്പോഴാണ് IBS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം പോലും നമുക്കിടയിൽ പരിചിതമായത്. എന്താണ് ഈ IBS? IBS എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതിനാണ് IBS എന്ന് പറയുന്നത്. ഇത് പറയുന്ന പോലെ നിസ്സാരമല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് IBS. കാരണം ബാക്കിയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഈ ടെസ്റ്റ് പറയുമ്പോൾ വിചാരിക്കും ഇത് സിമ്പിൾ അല്ലേ വിചാരിക്കും. അത് മാത്രമല്ല, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നോർമൽ ആയിരിക്കും. കാരണം ഒരു എൻഡോസ്കോപ്പി എടുത്താലോ കോളനോസ്കോപ്പി എടുത്താലോ അല്ലെങ്കിൽ CT സ്കാൻ എടുത്താലോ ഒക്കെ ടെസ്റ്റുകളൊക്കെ നോർമൽ ആയിരിക്കും. വേറെ ബ്ലഡ് ടെസ്റ്റുകളൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ
നമ്മുടെ കൂടെയുള്ള നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് പറയുക ഇത് നിന്റെ തോന്നലാണ്, അതെ. നീ ടെൻഷൻ അടിക്കണ കൊണ്ട് വരുന്നതാണെന്ന് നമ്മളെ പറഞ്ഞ് ഇത് ജസ്റ്റ് ഇഞ്ചി നീര് കുടിക്ക് അല്ലെങ്കിൽ ജീരകവെള്ളം കുടിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കാൻ നോക്കും. അപ്പോൾ പക്ഷെ അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രിപ്പ് പോകാനാണെങ്കിലും ഒരു 6 മണി രാവിലെ 6 മണിക്ക് എണീറ്റ് ഒരു ട്രിപ്പ് പോവാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ. ഇയാൾ 3 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ എണീറ്റിട്ട് ബാത്റൂമിൽ പോയി വയറ് ക്ലീൻ ആക്കി 4-5 പ്രാവശ്യം പോയി വയറ് ക്ലീൻ ആക്കിയിട്ട് വേണം ട്രിപ്പിന് ഇറങ്ങാൻ ഈ വേണ്ടിയിട്ട്. IBS ഉള്ള IBS ഉള്ള പേഷ്യൻസ്. ഓക്കെ. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ പേടിയാണ്. കാരണം ഈ ഫുഡ് കഴിച്ചാൽ എനിക്ക് അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും, വയറ് ഡിസോർഡർ ആവുന്നൊരു ആൾക്കാരുടെ ടെൻഷൻ. മുന്നിൽ നാണം കേടില്ലേ അല്ലേ? അങ്ങനത്തെ നാണം ഒരു കേട് പേടിയുണ്ട്. മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. ഇപ്പൊ സൂര്യ തന്നെ നോക്കും, നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്, അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്ന് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോ നമ്മുടെ സംസാരിക്കണതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. അതെ. എന്റെ കോൺഫിഡൻസ് കുറയും, എനിക്കിങ്ങനെ കൂളായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റില്ല. ഈ അസുഖമുള്ളവർക്ക് ഇപ്പോൾ ഒരു IT പ്രൊഫഷണൽസോ അല്ലെങ്കിൽ അവർക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, അവർക്കൊരു പ്രസന്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് ഒരിക്കലും കോൺഫിഡൻസോട് കൂടിയിട്ട് അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും മനസ്സിൽ ചിന്ത എന്താവും വയറ്, അയ്യോ ഇതിന്റെ ഇടയിൽ എനിക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, എനിക്ക് ഇതിന്റെ ഇടയിൽ റഷ് ചെയ്യാൻ പറ്റില്ലല്ലോ ബാത്റൂമിലേക്ക് എന്നൊക്കെ ആ തോട്ടായിരിക്കും മൊത്തം മനസ്സിൽ. അപ്പൊ ഈ അസുഖം കൊണ്ട് എനിക്ക് അനുഭവമുണ്ട്, നമ്മുടെ പേഷ്യൻസ് പലരും പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളുണ്ട്. കാര്യം വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് +2 ഈ IBSന്റെ ബുദ്ധിമുട്ട് കാരണം അവന് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് അവന് എക്സാം എഴുതാനുള്ള ടെൻഷൻ കാരണം അവന് എക്സാമിന് വളരെ അധികം മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഈ എക്സാം എഴുതുന്നതിന്റെ ഇടയിൽ ഈ ഒരു ഇടയിൽ ടോയ്ലറ്റ് ഈ ടോയ്ലറ്റിൽ പോകേണ്ടി വരുമോ എന്നുള്ള ഒരു പേടി കാരണം അവന് എന്താ പറയാ, അവന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അവന് ആ ടെൻഷൻ കാരണം അവന് പഠിക്കാൻ പറ്റുന്നില്ല. അവന് പരീക്ഷ എഴുതുന്നതിന്റെ ഇടയിൽ ബുദ്ധിമുട്ട് വന്നിട്ട് അവന് മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അതിന്റെ ടെൻഷൻ കാരണം. പിന്നെ അതുപോലെ പുറത്തേക്ക് പോകാൻ, അതായത് കോഴ്സ് കഴിഞ്ഞിട്ട് എബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. അവർക്കും ഇതേ പ്രശ്നമാണ്. കാര്യം പുറത്ത് പോയി കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ജോലിയുടെ സമയത്ത് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റുമോ എന്നുള്ള പേടി കാരണം എബ്രോഡ് പോകാൻ ചാൻസ് ഉണ്ടായിട്ട് പോലും പോവാണ്ട് പേടിച്ചിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. കല്യാണം കഴിക്കാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. 50 വയസ്സായിട്ടുള്ള എൻ്റെ ഒരു പേഷ്യന്റ് ഉണ്ട്. ആൾക്ക് 25 വർഷമായിട്ട് ഈ IBSന്റെ ബുദ്ധിമുട്ടുള്ളത് കാരണം ആർക്ക് കല്യാണം കഴിക്കാൻ പേടിയത്. പാർട്ട്ണറിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, പാർട്ട്ണർ എങ്ങനെ അയാളെ കാണും എന്നുള്ള ടെൻഷൻ കാരണം കല്യാണം കഴിക്കാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ അയാളുടെ റിലേറ്റീവ്സിനോട് പറഞ്ഞാൽ അവർക്ക് ഇത് നീ ഏതെങ്കിലും വലിയ ഡോക്ടറെ പോയി കാണിക്കും. അപ്പൊ ഡോക്ടർമാരെ കാണിക്കുമ്പോഴൊക്കെ അവർ എല്ലാ ടെസ്റ്റും ചെയ്യിക്കുമ്പോഴും ടെസ്റ്റുകളൊക്കെ നോർമലാണ്. അപ്പോൾ ബന്ധുക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ സ്വന്തം അച്ഛനും അമ്മയും അടക്കം പറയുന്നത് നിന്റെ ടെൻഷൻ കാരണമാണ്, ഒന്നുമല്ല, നിന്റെ ടെൻഷനും കാരണമാണ് നിനക്ക് ഇങ്ങനെ തോന്നണത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചാൽ പോലും അവർക്ക് ദേഷ്യമാണ് വരിക. കാരണം അവര് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. പിന്നെ അവർക്ക് പേടിയാവും, ഇതൊരു ക്യാൻസർ ആവുമോ അല്ലെങ്കിൽ മാറാരോഗമാവോ, ഇനി ഇത് ഒരിക്കലും മാറാണ്ടിരിക്കുമോ, ഞാൻ ജീവിതകാലം മൊത്തം ഇത് അനുഭവിക്കേണ്ടി വരുമോ. ഈ IBS ഉള്ള ആളുകൾക്ക് അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ അവര് പറയും എന്താണ് ഇവന് എപ്പോൾ നോക്കിയാലും ടോയ്ലറ്റിലാന്ന് പറഞ്ഞിട്ട് അവർ കളിയാക്കും, നമ്മൾ ഫ്രണ്ട്സൊക്കെ കളിയാക്കും. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും. ഈ IBS എങ്ങനെയാണ് നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? IBSും നമ്മുടെ മാനസിക ആരോഗ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? IBSും മൈൻഡും തമ്മിൽ വളരെയധികം കണക്ഷൻ ഉണ്ട്. IBS മാത്രമല്ല, ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും. അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ആക്സിസിന് കോട്ടം തട്ടുന്നത് കൊണ്ടാണ് IBS വരുന്നത് പോലും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ബാക്ടീരിയാസ് ഉണ്ട്. ഗട്ടിൽ കാണുന്ന, നമ്മുടെ കുടലിൽ കാണുന്ന നല്ല ബാക്ടീരിയാസ് ഉണ്ട്. ആ നല്ല ബാക്ടീരിയാസ് ആണ് നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് ഉണ്ട്, ഡോപ്പമിൻ, സെറട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. അതിന്റെ 95% ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ഗട്ട് ബാക്ടീരിയാസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഡിപ്രഷൻ ഒക്കെ വരുന്നത് ഈ ഗട്ട് ബാക്ടീരിയന്റെ പ്രശ്നമാണോ? അതാ ഞാൻ പറയാൻ വന്നത്. കാര്യം ഈ ഗട്ട് ബാക്ടീരിയാസ് 95% സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുമെങ്കിലും അതിൽ കൂടുതലും ഈ കുടലിന്റെ മൂവ്മെന്റും ദഹനത്തിനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഈ സെറട്ടോണിൻ വളരെയധികം നമ്മുടെ മൂഡിനെ, ഹാപ്പി ഹോർമോൺസ് ആയത് കാരണം നമ്മുടെ മൂഡിനെ എഫക്ട് ചെയ്യും, ഇമ്പാക്ട് ചെയ്യും. അപ്പോൾ ഈ കുടലില് നമ്മൾ IBSന്റെ സമയത്ത് IBS രോഗമുള്ള ഒരു രോഗിക്ക് ഗട്ട് ബാക്ടീരിയാസിന്റെ കോളനീസിന്റെ നമ്പർ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് അവരുടെ ഹാപ്പിനെസ് കുറവായിരിക്കും, അവർക്ക് ടെൻഷൻ പെട്ടെന്ന് വരും, സ്ട്രെസ് പെട്ടെന്ന് വരും. അപ്പൊ ഇതൊരു സൈക്കിള് പോലെയാണ്. ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത് ഒരു സൈക്കിള് പോലെയാണ്. കാര്യം നമുക്ക് ഇതിന്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഹൈഡോസ് ആന്റിബയോട്ടിക്സോ ഒക്കെ കഴിച്ചിട്ടായിരിക്കും ഈ IBSന്റെ തുടക്കം ഉണ്ടായിട്ടുണ്ടാവുക. എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ഇവന്റ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവന്റോ അല്ലെങ്കിൽ ഹൈഡോസ് ആന്റിബയോട്ടിക്സോ എന്തെങ്കിലും അസുഖത്തിന് എടുത്തതിന് ശേഷമായിരിക്കും മിക്കവാറും ഈ IBS സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക.
അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകണം, അല്ലെങ്കിൽ വയറിന് ബുദ്ധിമുട്ട്, ഗ്യാസ് കയറി വീർക്കുക, കീഴ്വായു കൂടുതലായിട്ട് പോവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ടെൻഷൻ കയറും. ഈ ടെൻഷൻ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കും. അത് പിന്നെയും ഈ കുടലിനെ ഡിസോർഡർ ആക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഇത് നേരെ പോയിട്ട് ഗട്ടിനെ, അതായത് കുടലിനെ കുറച്ചും കൂടെ ഡിസോർഡർ ആക്കും. ഈ കുടലിന്റെ ഡിസോർഡർ പിന്നെയും കൂടുമ്പോൾ പിന്നെയും ടെൻഷൻ കൂടും, ടെൻഷൻ കൂടുമ്പോൾ പിന്നെയും കുടലിന് ഡിസോർഡർ വരും. അങ്ങനെ ഇതൊരു സൈക്കിൾ പോലെ, സ്പൈറൽ പോലെ, ലൂപ്പ് പോലെ വർക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. ഈ ഗട്ടും ബ്രെയിനും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് ഈ ഇടയാണ് നമ്മളിൽ പലരും മനസ്സിലാക്കി തുടങ്ങിയത്. IBS ഈ റീസെന്റ് ആണ് ഇത്രയും പ്രചാരത്തിൽ വന്നത്. ഇൻ ദ സെൻസ് എല്ലാവരും ഇതിനു മുന്നേയും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതെന്താണ് ഡയഗ്നോസിസ് എന്ന് പലർക്കും അറിയണ്ടായിരുന്നില്ല. 10-25 കൊല്ലമായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരും ഈ റീസെന്റ് ഒരു 2-3 വർഷത്തിനിടയ്ക്കായിരിക്കും അവർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവുക അവർക്ക് IBS ആണ് അസുഖം എന്ന്. അതുവരെ ഇവർക്ക് എന്താ അസുഖം എന്ന് പോലും അറിയാണ്ടായിരിക്കും ഇവർ സഫർ ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലായില്ല? അപ്പോൾ ഈവൻ ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ പോലും അവര് ചെറിയൊരു മൈൽഡ് ഗ്യാസ്ട്രൈറ്റിസ് ആണ് എന്നുള്ള രീതിയിലായിരിക്കും അവർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ ഗ്യാസ്ട്രൈറ്റിസ് കാണുമ്പോൾ അവർ മൈൽഡ് ഗ്യാസ്ട്രൈറ്റിസ് ആണ്, പിന്നെ അതുപോലെ ഗ്യാസിന്റെ ഗുളികൾ എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യുക, പിന്നെ ആന്റി ഡിപ്രസന്റ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യാറ്. ഇപ്പോഴാണ് അത് IBS ആണ് എന്ന് ഡയഗ്നോസിസ് പോലും പ്രോപ്പറായിട്ട് ഇപ്പോൾ പേഷ്യൻസിന് കിട്ടി തുടങ്ങിയത്. ഈ ഒരു കാലഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാത്തിനും തിരക്ക് പിടിച്ച് ഓടുന്നൊരു കാലഘട്ടമാണ്. നമുക്ക് ഒന്നിനും സമയമില്ല, സ്ട്രെസ്സാണ്, എന്തിനും സ്ട്രെസ്സ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ സ്ട്രെസ്സ് മാറ്റുന്ന ആളുകളുണ്ട്, എന്തിനാണ് സ്ട്രെസ് അടിക്കുന്നത് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ സ്ട്രെസ് ഉണ്ട് നമുക്ക് മനുഷ്യർക്ക്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ലൈഫ് സ്റ്റൈല് ഒരു വൃത്തികെട്ട ലൈഫ് സ്റ്റൈലാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണ്, നമ്മൾ 4 മണിക്ക് ഉറങ്ങാൻ കിടന്നിട്ട് ചിലപ്പോൾ 12 മണിക്ക് എണീക്കുന്ന ഒരു ടൈം മൊത്തത്തിൽ മാറുന്നുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 2 ദിവസം ഡയറ്റ് എടുക്കും, പിന്നെ അടുത്ത 2 ദിവസം ഡയറ്റ് എടുക്കൂല. അപ്പോൾ ഈ സ്ട്രെസ്സ്, ഡയറ്റ്, ലൈഫ് സ്റ്റൈല് ഇതെങ്ങനെയാണ് നമ്മളുടെ IBSുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെ കണക്ട് ചെയ്യുന്നത് എന്നൊന്ന് പറയാമോ? IBS വരുന്നത് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ ഇതുപോലത്തെ പാകപ്പിഴകൾ കൊണ്ടാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IBS ഡയറക്റ്റ്ലി ഇതിനായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ട് ആണ് ഇരിക്കുന്നത്. IBS എന്ന് പറയുമ്പോൾ നമ്മുടെ കുടലിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്, അതായത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും നമ്മുടെ കുടല്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രിഗറിങ് ഫുഡ്സ് ഉണ്ട്, അതായത് മസാല കൂടുതലുള്ളത്, എരിവ് കൂടുതലുള്ളത്, പിന്നെ ഹൈ ഫോഡ്മാപ്പ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ കഴിക്കുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഗ്യാസ് ഫോം ചെയ്യുകയും അതുപോലെ വയറ് ഡിസ്കംഫർട്ട് ആവുകയും ഒക്കെ ചെയ്യുന്നത് ഈ നമ്മുടെ കുടലിന്റെ സെൻസിറ്റിവിറ്റി കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ദഹനത്തിനെ വല്ലാണ്ട് ബാധിക്കും IBS. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഗട്ടിലെ നല്ല ബാക്ടീരിയാസിന്റെ കോളനീസ് കുറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും, അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് IBS. പിന്നെ IBS ഉണ്ടാവാൻ കാരണം തന്നെ നമ്മുടെ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈലാണ്. കാരണം ഒന്നാമത്തെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നമ്മൾ വളരെ കുറവാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാര്യം നമ്മൾ ഇപ്പോഴും എന്താ മൈദ കൊണ്ട് ഉണ്ടാക്കുന്നതും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡും ആഡഡ് ഷുഗേഴ്സും, പിന്നെ ഈവൻ അരി കഴിക്കുകയാണെങ്കിൽ തന്നെ പോളിഷ്ഡ് റൈസ് ആണ് കഴിക്കുക. വീറ്റ് ആണെങ്കിലും ഇപ്പം നമുക്ക് കിട്ടുന്ന ആട്ടപ്പൊടി എന്ന് പറയുന്നത് മിക്കതും മൈദ ആയിരിക്കും, അത്രയും പ്രോസസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അതിൽ നിന്ന് ഫൈബർ ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ബാക്കി ആണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ അതിലൊന്നും ഫൈബർ ഇല്ലാത്ത ഫുഡാണ്. ഈ ഫൈബർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഗട്ട് ബാക്ടീരിയാസിന്റെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത്. ഈ ഫൈബറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് നമ്മുടെ ഗട്ട് ബാക്ടീരിയാസ് ആണ്, നല്ല ബാക്ടീരിയാസ് ആണ്. അപ്പോൾ ഈ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് കുറവാണ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ്. ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമല്ലോ, നമ്മൾ ഓഫീസിൽ കുറെ നേരം ഇരുന്നിട്ട് ജോലി ചെയ്യുക, അല്ലെങ്കിൽ എക്സസൈസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഒന്ന് കളിക്കാൻ പോവുക, അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഉറക്കം, ഒരു ക്വാളിറ്റി സ്ലീപ്പ് 7 to 8 hours ഓഫ് ക്വാളിറ്റി സ്ലീപ്പ് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആവില്ല, നമ്മുടെ കുടലിന്റെ പ്രവർത്തനം മര്യാദയ്ക്ക് നടക്കില്ല. ഈ ഹോർമോൺസും ഒക്കെ, ഗ്യാസ്ട്രിക് ജ്യൂസും ഒക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ റിലീസ് കറക്റ്റ് ആയിട്ട് നടക്കില്ല. അപ്പോൾ 7 to 8 hours ഓഫ് ക്വാളിറ്റി സ്ലീപ്പ് മസ്റ്റ് ആണ് ഒരാൾക്ക്. കേരളം മദ്യം ഒഴുകുന്ന ഒരു സംസ്ഥാനമാണെന്നാണ് പറയുന്നത്. മദ്യം വിറ്റ റെക്കോർഡുകളടക്കം നമുക്കുണ്ട്. അപ്പോൾ ഈ മദ്യവും IBSും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന ആളുകളിൽ IBS കൂടുതലാണോ? അതായത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നം വരുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്ന കാര്യമാണ്, മദ്യം നമ്മളെ വയറിനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ഇറിറ്റേറ്റ് ചെയ്ത് പറഞ്ഞാൽ ചിലർ കഴിക്കും.
അല്ല അത് കഴിച്ചു കഴിഞ്ഞാലുള്ളൊരു സുഖം കാരണമല്ലേ. പക്ഷെ അത് എപ്പോഴും നമ്മുടെ കുടലിനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ആൽക്കഹോൾ. അപ്പോൾ നോർമലി ഒരാൾ ആൽക്കഹോൾ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് IBS ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇല്ല. ഉണ്ടാവാണ്ടിരിക്കാൻ ബാക്കി കണ്ടീഷൻസും കൂടെ ഉണ്ടെങ്കിൽ ആൽക്കഹോളും കൂടെ അതിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ IBS വരാം. അതല്ലെങ്കിൽ ഒരാൾക്ക് ആൽക്കഹോൾ കഴിച്ചു എന്നുകൊണ്ട് IBS ഉണ്ടാവില്ല. പക്ഷേ IBS ഉള്ള ഒരാൾക്ക് ഓൾറെഡി കുടല് സെൻസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ വല്ലാണ്ട് കൂടും. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പേഷ്യൻസും എന്നോട് പറയുന്ന ഒരു കാര്യം, ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് IBS സിംറ്റംസ് ഒക്കെ ഒന്ന് കുറയുണ്ടെന്ന് പറയാറുണ്ട്. അതായത് ലോങ് ആയിട്ട്, അതായത് കുറെ നേരം ഇരുന്നിട്ട് ജോലി ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അവർ ഒരു 1-2 പെഗൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻസ് കിട്ടുക, അതുപോലെ അവരുടെ IBS സിംറ്റംസ് ഒക്കെ ഒന്ന് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യണ്ടെന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽക്കഹോൾ നമ്മൾ അറിയാലോ, ഒരു നമ്മുടെ നാഡികളൊക്കെ ഒന്ന് തളർത്തുന്ന ഒരു നമ്പാക്കുന്ന ഒരു സാധനമാണ് ഈ ആൽക്കഹോൾ. അപ്പൊ ഈ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ടുള്ള നമ്മുടെ കുടലിന്റെ സെൻസിറ്റിവിറ്റി ഒന്ന് കുറയുകയും നമ്മുടെ ടെൻഷൻ സ്ട്രെസ് ഒക്കെ ഒന്ന് കുറയുകയും നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കോൺഫിഡൻസ് കിട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് ഈ സിംറ്റം കുറച്ച് റിലീഫ് ഉണ്ടെന്ന് തോന്നുന്നത്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ, അത് ഈ ആൽക്കഹോളിന്റെ എഫക്റ്റ് കഴിഞ്ഞാൽ ഡബിൾ ആയിട്ട് ഈ രോഗം തിരിച്ചു വരികയും അവർക്ക് ഈ ബുദ്ധിമുട്ട് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ട് വല്ലാണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്, അത് കൂടുകയും ചെയ്യും. അപ്പോൾ ലോങ് റണ്ണിൽ ഒരിക്കലും ഈ ആൽക്കഹോൾ ഇങ്ങനെ എടുക്കുന്നത് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ ആൽക്കഹോൾ IBS അസുഖം കൂട്ടുക തന്നെ ചെയ്യും ആ പേഷ്യൻറ്റ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ടോയ്ലറ്റിൽ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ചുറ്റിലുള്ള ആളുകൾ പറയും എന്ത് കഴിച്ചു കഴിഞ്ഞാലും ടോയ്ലറ്റിൽ പോകാൻ. അപ്പോൾ ഈ നോർമലി ഇത് അനുഭവിക്കുന്ന ആളുകൾ വിചാരിക്കും ചിലപ്പോൾ ടെൻഷൻ കൊണ്ടായിരിക്കും, വർക്ക് പ്രഷർ കൊണ്ടായിരിക്കും നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നത്. അല്ല, ചില ആളുകൾക്ക് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ IBS ആണോ ഇല്ലയോ നമുക്ക് അറിയാൻ പാടില്ല. നോർമലി വിചാരിക്കുന്ന എന്താ, ഫുഡിന് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വരുന്നൊരു ലൂസ് മോഷൻ അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ട് വരുന്ന വയറ്റിളക്കം, അത്രേ വിചാരിക്കുന്നുള്ളൂ. ഈ IBS എന്നുള്ളൊരു സാധനമാണെന്ന് നമ്മൾ മൈൻഡിൽ പോലും വിചാരിക്കുന്നില്ല. നമ്മൾ നോർമലി ഈ അവോയ്ഡ് ചെയ്യുന്ന സൈൻസ് ഓർ സിംറ്റംസ് എന്താണ്? അതായത് നമ്മുടെ ശരീരത്തിൽ ഈ സൈൻസും സിംറ്റംസും വരുന്നുണ്ട് IBS ആണെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ? മെയിൻലി ഈ IBSന്റെ പേഷ്യൻസ്, അതായത് കോൺസ്റ്റിപ്പേഷൻ, അത് IBS 3 വെറൈറ്റി ഉണ്ട്. IBS കോൺസ്റ്റിപ്പേഷൻ, IBS ഡയേറിയ, പിന്നെ ഇത് രണ്ടും മിക്സ്ഡ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ ഡയേറിയും ഒരാളിൽ തന്നെ കാണും. ഇങ്ങനെ 3 വെറൈറ്റി. അതിൽ IBS കോൺസ്റ്റിപ്പേഷൻ ആണ് മിക്ക രോഗികളും അവോയ്ഡ് ചെയ്യുന്ന ഒരു സിംറ്റം. അതായത് ഇപ്പൊ കോൺസ്റ്റിപ്പേഷൻ അറിയാലോ, 2-3 ദിവസം കൂടുമ്പോഴായിരിക്കും മലം പോകുന്നുണ്ടാവുക. അപ്പൊ അത് അവരുടെ ജീവിതത്തിൽ ഒരു പാർട്ടായിരിക്കും. കാര്യം അവര് 2-3 ദിവസം കൂടുമ്പോൾ മലം പോകാൻ തോന്നും. അവരൊരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ബാത്റൂമിൽ ഇരിക്കും. അപ്പൊ അങ്ങനെ കുറെ നേരം ഇരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ആദ്യമൊക്കെ വല്ല ബുക്ക് എടുത്ത് പോകും, പിന്നെ മൊബൈൽ എടുത്ത് പോകും. അപ്പം മൊബൈൽ എടുത്ത് പോകുമ്പോൾ പിന്നെ ആ വീഡിയോ കണ്ട് തീർന്നവരെ ബാത്റൂമിൽ ഇരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ മലം പോകുന്നുണ്ടാവും. അത് കഴിഞ്ഞ് അവർ എണീറ്റ് വരും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ വേഴ്സനപ്പ് ആവും. കാരണം ഇത് പോയി കഴിഞ്ഞാൽ മൊത്തം പോയിട്ടില്ല എന്നുള്ള തോന്നൽ വരും, ഇനിയും പോകാനുണ്ടെന്ന് തോന്നൽ വരും. പക്ഷെ അന്ന് എത്ര സ്ട്രെയിൻ ചെയ്താലും പോവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഈ ടെൻഡൻസി, അതായത് മലം പോകാൻ തോന്നും, പക്ഷെ പോയിരിക്കും. കുറെ നേരം ഇരുന്നാലും ഒന്നും പോവില്ല. പക്ഷെ ആ ടെൻഡൻസി അവിടെ തന്നെ ഉണ്ടാവും, മലം പോകണം എന്നുള്ള ടെൻഡൻസി അവിടെ തന്നെ ഉണ്ടാവും. അത് ഈ ഇങ്ങനത്തെ ആൾക്കാരിൽ കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് വരിക. അപ്പൊ ഈ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ആദ്യം തുടക്കത്തിൽ കോൺസ്റ്റിപ്പേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അവരെ അവോയ്ഡ് ചെയ്യും. അവർ ഡോക്ടറൊന്നും കാണിക്കില്ല, ഡയഗ്നോസ് ചെയ്യില്ല, വേറെ എല്ലാവർക്കും ഉള്ളതാണെന്ന് വിചാരിക്കും. അത് എല്ലാവർക്കും ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല, 3 ദിവസം കൂടുമ്പോഴല്ലേ, നോർമലായിട്ട് പോകുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നും ഇല്ലാന്ന് വിചാരിക്കും. പക്ഷെ കുറച്ചും കൂടെ കഴിയുമ്പോൾ അവർക്ക് ബാക്കി സിംറ്റംസും കൂടെ വരാൻ തുടങ്ങും. ഗ്യാസ് വന്ന് വയറ് വീർക്കുക, അതുപോലെ കീഴ്വായു കൂടുതലായിട്ട് പോവുക, ഭയങ്കര സ്മെല്ലോട് കൂടിയിട്ട് കീഴ്വായു പോവുക, അവർക്ക് ഒരു പൊതുവേദിയിൽ പോലും അല്ലെങ്കിൽ കാറിൽ ഏസിട്ടിട്ട് പോലും അവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഈ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ഒരു പ്രശ്നമാണ്, മലബന്ധം ആണ് എല്ലാവരും അവോയ്ഡ് ചെയ്യുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. പിന്നെ രണ്ടാമത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ബ്ലോട്ടിങ്, വയറ് വന്ന് വീർക്കുക. അപ്പൊ തുടക്കത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലും മസാല കൂടുതലുള്ള ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചിക്കൻ കൂടുതലായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ മീറ്റ് കൂടുതൽ കഴിക്കുമ്പോൾ മാത്രമായിരിക്കും വയറൊന്ന് വീർത്ത് കെട്ടി വരിക. കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും. അപ്പൊ അവർ കുറെ കാലം ഇത് അവോയ്ഡ് ചെയ്യും. പക്ഷെ അവരുടെ ലൈഫ് സ്റ്റൈലൊന്നും മാറ്റം വരത്തില്ല, ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്കൊന്നും അവർ മാറില്ല. ചെറിയ ബ്ലോട്ടിംഗ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവർ അത് അവോയ്ഡ് ചെയ്യും. പക്ഷെ ഇൻ ദ ലോങ് റൺ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ വരും, ഡയേറിയ വരും, അതുപോലെ വായനാറ്റം വരും, അതുപോലെ കുറെ ബുദ്ധിമുട്ടുകൾ ഇതിനോടനുബന്ധിച്ചിട്ട് വരും. അതുപോലെ ഫുഡ് തികട്ടി വരിക, നെഞ്ചരിച്ചില് ഒക്കെ ഇതിനോടനുബന്ധിച്ചിട്ട് വരുന്ന സിംറ്റംസ് ആണ്. അപ്പോൾ ഈ 2 സിംറ്റംസ് ആണ് പേഷ്യൻസ് ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യുന്ന സിംറ്റംസ് ആയിട്ട് എനിക്ക്
തോന്നിയിട്ടുള്ളത് Okay. IBS-ന്റെ.